ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമല്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെയും ഐഷുവിൻ്റെയൊക്കെ ഒരു ഫുൾ ഡേ കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അത് മാത്രമല്ല ഐഷുവിൻ്റെ ഫുഡ് റൂട്ടീൻ, അതായത് അവളൊരു ദിവസം കഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചുള്ള മെസ്സേജുകളാണ് എനിക്ക് അധികം വരാറുള്ളത്. അപ്പോൾ അതെല്ലാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇത് രാവിലെ ഉമ്മ കിച്ചണിലുണ്ട്. എൻ്റെ ഉമ്മേനെ ഞാനിപ്പോൾ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉമ്മേനെ ഞാൻ കൊണ്ട് കൊടുന്നതാണ്. അപ്പോൾ കിച്ചണെല്ലാം ഉമ്മയായിട്ടാണ് നോക്കുന്നത്, ബാക്കിയെല്ലാം ഞാൻ നോക്കിയാൽ മതിയല്ലോ, ഫുഡ് ഉണ്ടാക്കലൊക്കെ. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഉമ്മാൻ്റെ ഫുഡൊക്കെ ഒരുപാട് മിസ് ചെയ്തത്, അപ്പോൾ ഫുഡൊക്കെ ഉമ്മാനെ ഏൽപ്പിച്ചാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്ലാസ് ഉണ്ട്, ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഫ്രഷ് ആകുകയാണ്. പക്ഷേ ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല. അപ്പം അവൾ എണീക്കണ മുന്നേ പോവുകയാണെങ്കിലും ബഹളമില്ലാതെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. സൺസ്ക്രീൻ ഇല്ലാതെ പോവില്ല. സൺസ്ക്രീനും ഇതായിട്ട് എൻ്റെ ഡെയിലി മേക്കപ്പ് സ്കിൻ കെയറൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബാഗ്. ഐഷു, അപ്പം ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ സെറ്റാക്കിൻ്റെ. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആട്ടോ. നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഈ ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് ഞാൻ സാധാരണ പുറത്ത് പോക്കുള്ളത്. സൺസ്ക്രീൻ ഇല്ലാതെ ഒരിക്കലും പുറത്ത് പോകരുത്. സ്കിന്നിൻ്റെ അവസ്ഥ കുറേയൊക്കെ നമുക്ക് ഡാമേജ് ഇല്ലാതാക്കാനും സെൻറ്ററിലാകാനൊക്കെ സൺസ്ക്രീൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ചേർത്തേ. ഐഷു എണീറ്റിട്ട് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ 10:45. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മ കൊടുത്തോളൂ. എനിക്ക് ദോശ എന്തെങ്കിലും കൊടുത്തോളൂ. എനിക്ക് അരമണിക്കൂർ ക്ലാസ് അല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ടാൽ നമ്മളൊരു 1 to 2 minutes എന്തായാലും അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് സൺസ്ക്രീൻ ആട്ടോ. ഇതട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഇത് മിനിമലിസ്റ്റിൻ്റെ SPF 50 ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതിലില്ലേ കുറച്ചേ ഉള്ളൂ. ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ഒരുപാട് 2 ഫിംഗറൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഇത് നല്ലത് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇതും മോയ്സ്ചറൈസറും മാത്രമേ ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഒരു ലിപ് ബാം. ഇപ്പോഴത്തേക്കൊന്നുമില്ല. ഒരു 2 ഫിംഗർ റൂളാണ് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായൊരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതെടുക്കാതെ ഒരു സൈസൊക്കെ എടുത്തിട്ട് സൺസ്ക്രീൻ ഇട്ട് പോകുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ടും എന്താണെന്നില്ല, പ്രൊട്ടക്ഷൻ കിട്ടില്ല, ടാൻ ആവുന്നൊക്കെ. അപ്പം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിക്കട്ടോ. അപ്പോൾ കണ്ടിട്ട് കാണുന്നതായിരിക്കും ഇതെന്ത് കോലാന്നല്ലേ, ഭയങ്കര വൈറ്റ്. പക്ഷേ ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും റെഡിയാവും. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നേരത്തെ പോലെ പേജിലൊന്നുമില്ലല്ലോ, ഇത്രയല്ലോ. പക്ഷെ ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്കൊരു എനിക്ക് ചെറിയ നല്ലൊരു ഗ്ലോയിങ് കിട്ടും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഗ്ലോയിങ് കിട്ടും. അപ്പം ഞാനിത് മാത്രം അധികം പുറത്ത് പോവാണെങ്കിൽ ടൗണിൽ പോകണമെങ്കിലൊക്കെ അങ്ങനെ തന്നെ യൂസ് ചെയ്യും. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ ഒരു കാജലിടും. കഴിഞ്ഞു. ഇത്രയല്ലോ. ചായ കുടിക്കണേ മമ്മ, ചായ തന്നാ ചായ കുടിക്കണേ, ബ്രഷ് ചെയ്യണേ. അമ്മ വേഗം പോയിട്ട് മീൻ വാങ്ങി വരാം. ഓക്കെ അശ്വ ഇവിടെ നിൽക്കൂലേ? പക്ഷെ എന്താ കാണുന്നേ? ഹായ് ഡോറ. റോമയാ? ഒരമ്മ വരുമോ? അമ്മ വേഗം പോയി വരട്ടോ, ഇത് മുട്ടാണ്ടേ. ഓക്കെ ബൈ. താങ്ക് യു. നല്ല ദോശ കേട്ടോ. പശു നമ്മൾ ദോശ കൊടുക്കുന്നത്. നിങ്ങൾ ചായയൊക്കെ കുടിച്ച് ഫ്രഷായി എനിക്കെപ്പോഴത്തേക്കും ഞാൻ വേഗം വരാം. ഓക്കെ. ഡ്രൈവിംഗ് ക്ലാസ് ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. രാവിലെ 9:30 10:00 അങ്ങനെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം വീട്ടിൽ പിന്നെ ഉമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഐഷുവിനെ അവിടെ ഇട്ടിട്ട് ഞാൻ അങ്ങ് പോവും. പിന്നെ ഒരു അരമണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഡ്രൈവിംഗ് എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമുണ്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ സാഹചര്യം വന്നപ്പോൾ എന്തായാലും പഠിച്ചേക്കാമെന്ന് വിചാരിച്ച്. കാരണം നമുക്കത് ഭയങ്കര ഉപകാരമാണല്ലോ. പ്രത്യേകിച്ച് ഞാനും മോളൊക്കെ ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കണം എന്നുള്ള ഇതിൽ അങ്ങ് പോകുന്നതാണ്. ബിരിയാണി അല്ലേ? ഉമ്മനെ കാട്ടൂല. ഏത് തരം ബിരിയാണി കിട്ടും? മലപ്പുറം ബിരിയാണിയാണോ അതോ കോഴിക്കോടൻ ബിരിയാണിയാണോ? തലശ്ശേരി ബിരിയാണി. ആയി വരുമ്പോ അറിയാം കോഴിക്കോടാണോ തലശ്ശേരിയാണോ. അപ്പൊ നമുക്ക് ചീസ് ഉണ്ടാക്കിയാലോ ഐശ്വര്യ?
ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മ ലഞ്ചിലെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. ഉമ്മാൻ്റെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഐഷുവിനുള്ള ചീസ് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഞാൻ പോയ സമയത്ത് ഉമ്മ ദോശ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതൊക്കെ തന്നെ കേട്ടോ അവൾക്കും കൊടുക്കല്. ചിലപ്പോൾ അതൊന്നും കഴിക്കാൻ നല്ല മടിയാണ്. ഇന്നിപ്പോൾ ദോശ ആയതുകൊണ്ട് ഉമ്മൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ കൊടുക്കും. ഇന്നിപ്പോൾ എന്നോട് വന്ന് പറഞ്ഞത് എനിക്ക് ചീസ് മതി മമ്മ എന്ന് പറഞ്ഞപ്പോൾ ചീസും ബ്രെഡ് അത് അവളുടെ ഫേവറേറ്റ് ആണ്. അതെപ്പം കൊടുത്താലും കഴിക്കുക, അത് മാത്രമാണ് അവൾ കഴിക്കുക. ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം അതാണ്. ബട്ടറിൽ ചീസും പ്ലെയിൻ ബ്രെഡ് അത്ര മാത്രമേ കൊടുക്കുള്ളൂ, അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതല്ലെങ്കിൽ തന്നെ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കും, എന്തെങ്കിലും വെജിറ്റബിൾസ് ക്യാരറ്റ് ഉള്ളിയൊക്കെ ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കലുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ പ്ലെയിൻ ബ്രെഡിൽ ഒരു ചീസും വെച്ചിട്ട് ബട്ടറിൽ ഇങ്ങനെ കൊടുക്കും. ഇതെന്താണ് കഴിക്ക്, ചീസാണ്. ഐഷു ഐഷു കഴിച്ച ഐഷു എന്തിനാ തെറ്റിയത്? എന്നാ കൊലായിൽ പോവാ, കൊലായിൽ പോവാ. എന്നാ പിടിച്ചോ, കൊലായിൽ പോയി തെറ്റു വായോ. കുറച്ച് പാലും കൊണ്ടുവരട്ടെ. പാല് പാല് വേണോ? പാല് വേണോ? ആവശ്യം പിടിക്കണ്ട. മമ്മ എന്നാ പാല് കൊണ്ടു തരട്ടെ? ഓക്കെ, ആവശ്യം പിടിച്ചോ, മമ്മ ചെയ്തുതരാം. ഓക്കെ. ചീസും ബ്രെഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെയിനായിട്ടും അവൾ കളിക്കും, എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊതുവെ കുളിക്കാൻ പോകാറുള്ളത്. നേരത്തെ കുളിക്കുന്ന പതിവൊന്നുമില്ല. ഐശുവിന് ആദ്യം ചെറുപ്പത്തിൽ തന്നെ ഞാൻ അങ്ങനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്ന സമയത്ത് കുളിപ്പിക്കുക അങ്ങനെയുള്ളൂ. ഇതിപ്പം അവൾക്ക് ഞാൻ പനിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടറെ കാണിക്കും, ഒരു വൈദ്യരെ കാണിക്കില്ല. ഇപ്പോൾ മൂപ്പര് തന്നിട്ടുള്ളൊരു തലയിൽ തേക്കുന്ന ഒരു എണ്ണ കേട്ടോ, ഇതാണ് ഇപ്പോൾ തേച്ച് കൊടുക്കുന്നത്. തലക്കൊക്കെ നല്ല തണുപ്പൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ഇതാണ് ഇപ്പോൾ അവൾക്ക് വേണ്ടി തേച്ച് കൊടുക്കുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ക്രീമൊക്കെ തേച്ച് പിന്നെ ഉറങ്ങാൻ പോകും. അങ്ങനെയാണ് പൊതുവേ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സബാമഡാണ്. സബാമഡാണ് ചെറുപ്പം തൊട്ടേ, അതായത് ന്യൂ ബോൺ ആയ തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്നത് സബാമഡാണ്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അതിനിടയ്ക്ക് ഞാൻ മാമാർത്തിൻ്റെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇതാട്ടോ. മാമാർത്തിൻ്റെ ഒക്കെ ലൂസായിട്ടിരിക്കുന്നതാണ്, അതെനിക്ക് അത്ര നന്നായിട്ട് തോന്നില്ല. ഇതാവുമ്പം സബാമഡിൻ്റെ അത് കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ലേ, അപ്പം അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഐശുവിൻ്റെ സ്കിന്നാണെങ്കിലും അങ്ങനെ ഡ്രൈ ആവുന്ന ഒരു സ്കിന്നൊന്നും അല്ല, ഒരു നോർമൽ സ്കിൻ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഉറക്കാനൊക്കെ പോയിട്ട് ആൾ ഉറങ്ങിയിട്ടേ ഇല്ല. രാവിലെ കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ എണീറ്റേ, 10:45 എങ്ങനെ ആയിട്ടുണ്ട് എണീറ്റപ്പം. അപ്പോൾ പ്രത്യേകിച്ച് ഉറക്കമൊന്നുമില്ല. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇരച്ചിൻ്റെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ട്. ബിരിയാണി ആയതുകൊണ്ട് ഐശുന്ന് ലഞ്ച് കഴിക്കും, അല്ലാതെ നമ്മൾ സാധാരണ അരി വെച്ചിട്ട് ചോറൊന്നും കഴിക്കുകയില്ല. കുട്ടിക്ക് തീരെ ഇഷ്ടമില്ല. അതിലൊക്കെ ഇനി നമ്മൾ മീൻ വറുത്തതൊക്കെ കൊടുക്കുകയാണെങ്കിൽ മീൻ മാത്രം കഴിക്കും. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പൊതുവെ അവൾ കിടന്ന് ഉറങ്ങാട്ടോ ചെയ്യുക. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഉറങ്ങും. ഇന്ന് പിന്നെ തീരെ ഉറങ്ങാനും നിന്നിട്ടില്ല. രാവിലെ കുറേ ടൈം ഉറങ്ങിയതുകൊണ്ട് ഇന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അവൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പ്രധാനമായിട്ടും പഠിക്കാനിരിക്കുക. എനിക്ക് ഇപ്പോൾ PGൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പഠനമൊക്കെ നടക്കുന്നത് ഈ ഒരു സമയത്താണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഐശുവിന് ഈവനിങ് ഒക്കെ ഞാൻ കൊടുക്കുന്ന പാല് നട്ട്സ് പൗഡർ ഇട്ടിട്ട് കൊടുക്കലുണ്ട്. അത് നമ്മൾ നാടൻ പാലാണ്, നമ്മൾ വീട്ടിൽ നിന്ന് മേടിക്കുന്ന നാടൻ പാലിൽ നട്ട്സ് പൗഡറും കുറച്ച് കൽക്കണ്ടും ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ രാവിലെ കൊടുക്കും, അല്ലെങ്കിൽ അവൾ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം അവൾ ഉറങ്ങി എണീക്കല്ലോ ആ സമയത്ത് കൊടുക്കും. അപ്പോൾ നട്ട്സ് പൗഡർ ഇതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ. വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതിൽ 1 സ്പൂണോ അല്ലെങ്കിൽ പകുതി 1/2 സ്പൂണൊക്കെയാണ് കൊടുക്കൽ. മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ടം ഇട്ടിട്ട് അതങ്ങ് കൊടുക്കും. ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവൾ ബിസ്ക്കറ്റോ റസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മടിയാണ്, എന്നാലും നട്ട്സ് പൗഡറും പാലൊക്കെ അല്ലേ നല്ലതല്ലെന്ന് കരുതി കൊടുക്കും. ഇതാണ് വൈകുന്നേരം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം എന്തെങ്കിലും പഴം നെയ്യിൽ വാട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോസ്റ്റോ ബ്രെഡ് ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആക്കി കൊടുക്കലുണ്ട്. പിന്നെ രാത്രിക്കത്തെ ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. രാത്രി അവൾ മെയിനായിട്ട് ഒന്നും കഴിക്കലില്ല. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒരു പീസ് കഴിക്കും. റൈസ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല ഇഷ്ടമില്ല.
എന്നാൽ കുറച്ചൊക്കെ കഴിക്കും. അതാണ് റൊട്ടീൻ. ഒരു റൊട്ടീൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നേക്കും വരെ ടാറ്റാ.